മുഖ്യമന്ത്രി വി.ഡി. സതീശനെതിരെ എൻ.എസ്.എസിന്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ മാർച്ച് അല്പസമയത്തിനകം തിരുവനന്തപുരത്ത് ആരംഭിക്കും. തിരുവനന്തപുരം താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധ മാർച്ച് ആരംഭിക്കുക. പ്രതിഷേധ മാർച്ച് എൻ.എസ്.എസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റായിട്ടുള്ള എം സംഗീത് കുമാറാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. തിരുവനന്തപുരം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും പുത്തരിക്കണ്ടം മൈതാനം വരെയായിരിക്കും ഈ ഒരു പ്രതിഷേധ മാർച്ച് നടക്കുക. ഇപ്പോൾ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും അഞ്ജു എസ് പാലം ചേരുന്നുണ്ട്. അഞ്ജു, ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് എതിരെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ എൻ.എസ്.എസിന്റെ ഒരു പ്രതിഷേധ മാർച്ച് നടക്കുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് സംഘടനയ്ക്കും അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറിക്കുമെതിരെ വലിയ രീതിയിലുള്ള അപസർപ്പക കടകൾ ഉണ്ടാക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് അടക്കം എത്തിയിട്ടുണ്ടായിരുന്നു. അത് രാഷ്ട്രീയ നേതാക്കളുടെ ഭാഗത്തു നിന്ന് അടക്കം ഉണ്ടാകുന്നത്. മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ ഭാഗത്തു നിന്ന് അടക്കം അത്തരത്തിലുള്ള ഒരു സമീപനമായിരുന്നു ഉണ്ടാകുന്നത്. അതിനെതിരെയാണ് ഇപ്പോൾ ഒരു പ്രതിഷേധ സംഘം അവർ സംഘടിപ്പിക്കുന്നത്. നമ്മൾ വൈസ് പ്രസിഡന്റ് സംസാരിച്ച സമയത്ത് അദ്ദേഹം വ്യക്തമാക്കിയ ഒരു കാര്യം, ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അല്ലെങ്കിൽ ഒരു വ്യക്തിക്കും എതിരായിട്ടല്ല നമ്മൾ ഇത്തരത്തിലൊരു ഐക്യദാർഢ്യ മാർച്ച് സംഘടിപ്പിക്കുന്നത്. പക്ഷേ നമ്മളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് സംഘടനാ ജനറൽ സെക്രട്ടറിക്കെതിരെ, ഈ എൻ.എസ്.എസിന്റെ ജനറൽ സെക്രട്ടറിക്കെതിരെ നടത്തുന്ന എല്ലാ അപസർപ്പക കടകൾക്കുമെതിരെയാണ് ഇത്തരത്തിലുള്ള ഒരു അത്തരത്തിലുള്ള നീക്കങ്ങൾ അവസാനിപ്പിക്കണം. അതുകൊണ്ട് അതിനുവേണ്ടി മാത്രമാണ് ഇത്തരം താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ ഒരു ഐക്യദാർഢ്യ മാർച്ച് സംഘടിപ്പിക്കുന്നതിലേക്ക് സംഘടന എത്തിയത് എന്നുള്ള കാര്യമാണ് അവർ പ്രഖ്യാപിക്കുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഒരു പ്രഖ്യാപനം ഉണ്ടാവുന്നത്. ഈ മുഖ്യമന്ത്രിയായതിനു ശേഷം വി.ഡി. സതീശനെ പലതവണ എൻ.എസ്.എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ കാണുവാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്നത്. ഫോൺ മുഖേന ആയാലും അദ്ദേഹത്തിന് സംഘടനയുടെ പരമായി കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഒന്ന് കാണണമെന്നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹത്തെ അറിയിച്ചിരുന്നു. പക്ഷെ ഒരിക്കൽ പോലും ഒരു അനുഭവപൂർണമായ സമീപനം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഒന്ന് കാണണമെന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഫോൺ പോലും ഫോണിൽ കൂടി ഇത്തരത്തിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നത്. ഈ പ്രൈവറ്റ് സെക്രട്ടറി അടക്കം പലപ്പോഴും ബന്ധപ്പെടാൻ ശ്രമിക്കുകയുണ്ടായി. പക്ഷെ ഒരിക്കൽ പോലും തിരിച്ചു വിളിക്കാനോ ഒന്നും അവർ തയ്യാറായിട്ടില്ല. ഈ ബജറ്റിന്റെ തിരക്കായതുകൊണ്ടാണ് താൻ ഈ സുകുമാരൻ നായരെ കാണാൻ തനിക്ക് കഴിയാഞ്ഞത് എന്നാണ് കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞത്. പക്ഷേ അത് അക്ഷരാർത്ഥത്തിൽ തെറ്റാണെന്നും അതിനെ അപ്പോൾ തന്നെ എൻ.എസ്.എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ ഖണ്ഡിക്കുന്നുണ്ട്. അത്തരത്തിലൊരു തിരക്കുണ്ടായിരുന്നെങ്കിൽ തന്നോട് പറയാമായിരുന്നു, തനിക്കത് മനസ്സിലാവുന്ന കാര്യമാണ്. പക്ഷെ അങ്ങനെയല്ല മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായ സമീപനം. തീർത്തും താൻ സംഘടനയുടെ ഒരു കാര്യം പറയാൻ വേണ്ടി വരുമ്പോൾ തന്നെ അവഗണിക്കുന്ന ഒരു സമീപനമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും മുഖ്യമന്ത്രി വ്യക്തിപരമായ കാര്യങ്ങൾക്ക് ഇന്ന് കാണാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്ന കാര്യം കഴിഞ്ഞ ദിവസം തന്നെ, അതായത് ഇന്നലെ തന്നെ സുകുമാരൻ നായർ വ്യക്തമാക്കുന്ന ആ കൂട്ടത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ കാലങ്ങളിൽ പിണറായി വിജയൻ ആയിരിക്കുന്ന സമയത്ത്, പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പിണറായി വിജയനെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ തിരക്കാണെങ്കിൽ പോലും അദ്ദേഹം മെസ്സേജ് അയച്ച് കാര്യം തന്നോട് വ്യക്തമാക്കുന്ന ഒരു സമീപനം ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള ഒരു സമീപനവും ഇപ്പോൾ ഈ പുതിയ മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നില്ല. അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് കഴിഞ്ഞ ദിവസം തന്നെ ഈ സുകുമാരൻ നായർ വ്യക്തമാക്കുന്നുണ്ട്. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഈ സുകുമാരൻ നായർക്കെതിരെ തന്നെ ഈ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കള്ളത്തരങ്ങൾ, അതായത് വ്യാജ പ്രചാരണങ്ങളാണ് നടത്തുന്നത്. അതിനെതിരെയാണ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധ സംഗമം ഇവർ നടത്തുന്നത്. മാത്രമല്ല സുരേഷ് ഗോപി വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഈ സുകുമാരൻ നായർക്കെതിരെ ഉയർത്തിയിരുന്ന ഒരു ഘട്ടത്തിൽ ഈ ജനറൽ സെക്രട്ടറി മാറ്റണമെന്നടക്കമുള്ള രീതിയിലേക്ക് ഇദ്ദേഹം പരോക്ഷമായി തന്നെ സുരേഷ് ഗോപി വിമർശനങ്ങൾ ഉയർത്തിയിരുന്നു. അതിനെതിരെയുമാണ് ഇത്തരത്തിൽ വ്യക്തിപരമായി ഒരാളെ വേട്ടയാടുന്നതിനെതിരെയാണ് ഒരു ഐക്യദാർഢ്യം സംഘടനയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അതാണ് നമ്മൾ ഇന്നിവിടെ കണ്ടത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് പുത്തരിക്കണ്ടം മൈതാനത്തേക്ക് വലിയൊരു മാർച്ച് ഈ താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രവർത്തകരുടെ ഒരു സാന്നിധ്യം ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. കാരണം ഒരുപാട് പ്രവർത്തകർ ഈ ഒരു ഐക്യദാർഢ്യ മാർച്ചിലേക്ക് എത്തിയിട്ടുണ്ട്. ഏതായാലും അവരുടെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്ക് വേണ്ടി എല്ലാ പ്രവർത്തകരും മുന്നിട്ടിറങ്ങിയിട്ടുണ്ട്. കാരണം വ്യക്തിപരമായി അദ്ദേഹത്തെ അധിക്ഷേപിക്കുന്നതിനും അദ്ദേഹത്തിനെതിരെ കള്ളപ്രചാരണങ്ങൾ നടത്തുന്നതിനുമെതിരെയാണ് അവർ ഇത്തരത്തിലുള്ള സംഘടിപ്പിച്ചിരിക്കുന്നത്. മാർച്ചിപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജിന് മുൻപിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് വിഷ്ണുപ്രിയ. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വലിയ ജനപങ്കാളിത്തമുണ്ട് ഈ മാർച്ചിന്. അത്തരത്തിൽ ഒരുപാട് ആളുകൾ ഈ മാർച്ചിന്റെ കൂടെ എത്തിയിട്ടുണ്ട്. എന്തായാലും എൻ.എസ്.എസ് ജനറൽ സെക്രട്ടറിക്ക് ആ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഐക്യദാർഢ്യമാണ്. അതിന്റെ ഭാഗമായിട്ടാണ് തിരുവനന്തപുരം താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ മാർച്ച്, ഇപ്പോൾ ഒരു ഐക്യദാർഢ്യ മാർച്ച് സംഘടിപ്പിക്കും. ഇതുപോലെ വരും ദിവസങ്ങളിൽ വലിയ തരത്തിലുള്ള
പ്രതിഷേധ സംഗമങ്ങളും മാർച്ചുകളും ഉണ്ടാകുമെന്ന കാര്യം അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഇവർ സംസാരിക്കുമ്പോൾ പറയുന്നത് വ്യക്തിപരമായി ഈ ജനറൽ സെക്രട്ടറിക്കെതിരെ നടക്കുന്ന എല്ലാത്തരം അധിക്ഷേപങ്ങൾക്കും കള്ളത്തരങ്ങൾക്കും കള്ളപ്രചാരണങ്ങൾക്കും എതിരെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഐക്യദാർഢ്യ മാർച്ച് സംഘടിപ്പിക്കുന്നത്. അതെന്തായാലും വരും ദിവസങ്ങളിലും ശക്തമായി തന്നെ മുന്നോട്ട് പോകും. കാരണം സംഘടനയുടെ ജനറൽ സെക്രട്ടറിക്കെതിരെയാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള തെറ്റായ കഥകൾ മെനയുന്നത്. അതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് സംഘടനയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. വിഷ്ണുപ്രിയ, എന്തായാലും ഈ മാർച്ച് ഇപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജിന് മുൻപിലേക്ക് എത്തുകയാണ്. പുത്തരിക്കണ്ടം മൈതാനത്തായിരിക്കും ഈ മാർച്ച് അവസാനിക്കുക. വലിയൊരു ജനപിന്തുണയുണ്ട് ഈ മാർച്ചിന് വിഷ്ണുപ്രിയ. നമ്മൾ തത്സമയ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നുണ്ട് വലിയൊരു ജനപിന്തുണ തന്നെയാണ് ഈ ഒരു NSSന്റെ പ്രതിഷേധ മാർച്ചിലുള്ളത്. നമുക്കറിയാം VD സതീശൻ സർക്കാർ അധികാരമേറ്റ് ഏതാനും മാസങ്ങളാകുമ്പോൾ തന്നെ പല മേഖലകളിലും പൊട്ടലും ചീറ്റലുകളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരിനെ വ്യക്തിഹത്യ ചെയ്യുകയും അധിക്ഷേപിക്കുകയും ഒക്കെ കള്ളപ്രചാരണങ്ങൾ നടത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അതിനെതിരെയാണ് ഇപ്പോൾ NSSന്റെ നേതൃത്വത്തിലുള്ള ഈ ഒരു പ്രതിഷേധ മാർച്ച്. കുട്ടികളടക്കമുള്ള മുതിർന്ന അംഗങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഈ ഒരു പ്രതിഷേധ മാർച്ചിൽ അണിനിരക്കാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട്. പ്രതിഷേധ മാർച്ചാണ് ഇപ്പോൾ നമ്മൾ തത്സമയം കാണുന്നത്. രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ആരംഭിച്ച ഈ ഒരു പ്രതിഷേധ മാർച്ച് തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്തിലായിരിക്കും അവസാനിക്കുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലെ, എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? വിഷ്ണുപ്രിയ, മാർച്ച് യൂണിവേഴ്സിറ്റി കോളേജിന്റെ മുൻഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള ആളുകളുടെ ഒരു തിരക്കുള്ളത് കൊണ്ട് തന്നെയാണ് വളരെ പതുക്കെ തന്നെയാണ് ഈ പ്രതിഷേധ ജാഥ മുന്നോട്ട് പോകുന്നത്. എന്തായാലും വലിയൊരു പിന്തുണ, ഈ ജനപിന്തുണ ഇപ്പോൾ തന്നെ ഈ പ്രതിഷേധ ഐക്യദാർഢ്യ ജാഥയ്ക്കുണ്ട്. വലിയ രീതിയിലുള്ള ആളുകളുടെ ഒരു പിൻബലമുണ്ട്. ഇപ്പോൾ ഇത് യൂണിവേഴ്സിറ്റി കോളേജിന്റെ മുൻപിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും വ്യക്തിപരമായിട്ട് ജനറൽ സെക്രട്ടറിക്കെതിരെ നടക്കുന്ന എല്ലാ കലകൾക്കും അല്ലെങ്കിൽ വ്യക്തിപരമായി നടക്കുന്ന എല്ലാ ആക്രമണങ്ങളെയും എതിർത്തുകൊണ്ടാണ് ഇത്തരത്തിൽ സംഘടനയുടെ ഭാഗത്തു നിന്ന് ഒരു ഐക്യദാർഢ്യത്തിന്റെ ഭാഗമായി ഒരു മാർച്ച് സംഘടിപ്പിക്കുന്നത്. അത് വ്യക്തിപരമായി അദ്ദേഹത്തിനെ ആക്രമിക്കുന്നത് പല ഭാഗങ്ങളിൽ. അത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് മുഖ്യമന്ത്രി VD സതീശനാണെങ്കിൽ, അത് BJPയിലേക്ക് എത്തുമ്പോൾ സുരേഷ് ഗോപി MPയുടെ ഭാഗത്തു നിന്നടക്കം വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ NSS ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സുകുമാരൻ നായർക്കെതിരെ നടക്കുന്നുണ്ട്. അത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള ആക്രമണങ്ങളെയും അതുപോലെ തന്നെ കള്ള പ്രചാര വേലകൾക്കും എതിരെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ വലിയൊരു രീതിയിലുള്ള ഒരു പ്രതിഷേധ സംഗമം നടത്തുന്നത്. അതിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും അടക്കം വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തമുള്ളത് നമ്മൾ എടുത്തു പറയേണ്ടതാണ്. കാരണം സംഘടനയുടെ ജനറൽ സെക്രട്ടറിയെ അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തി ആക്രമിക്കുന്ന ഒരു ശൈലിയിലേക്ക് പാർട്ടിയോ മറ്റ് പാർട്ടികളോ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ മുന്നിലേക്ക് പോകുമ്പോൾ അതിനെതിരെ ഒരു പ്രതിരോധം തീർക്കേണ്ടത് സംഘടനയുടെ ആവശ്യമാണ്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിരോധമായിട്ട് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ നേരത്തെ തന്നെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഈ ഒരു പ്രതിഷേധത്തിലേക്ക് ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു പ്രതിഷേധത്തിലേക്ക് എത്താനുള്ള കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസത്തെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനവും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുമാണ്. ഈ മുഖ്യമന്ത്രിയും സുകുമാരൻ നായരും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. അത് കാരണം സുകുമാരൻ നായർ ഇത്തരത്തിലൊരു കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി പല സമയങ്ങളിലും മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആകട്ടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലാകട്ടെ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. സംഘടനയുടെ വ്യക്തിപരമായ കാര്യങ്ങൾക്കായിരുന്നില്ല കൂടിക്കാഴ്ച, വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു സംഘടനയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് സുകുമാരൻ നായർ ഒരു കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി ശ്രമിച്ചത്. പക്ഷെ അത്തരത്തിലുള്ള ഒരു എന്നാൽ ആ ഒരു കൂടിക്കാഴ്ചയ്ക്ക് പോലും സമയം അനുവദിക്കാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ കേൾക്കുവാനോ ഉള്ള മുഖ്യമന്ത്രി VD സതീശൻ എത്തിയില്ല. അതിലൊക്കെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ പലതരത്തിൽ ഉണ്ടായിട്ടുണ്ട്. സംഘടനയ്ക്ക് അകത്തുനിന്ന് തന്നെ മുഖ്യമന്ത്രിയുടെ രീതിയിൽ വലിയ പ്രതിഷേധങ്ങൾ സംഘടനയ്ക്ക് അകത്തുനിന്നുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ സുകുമാരൻ നായർക്കെതിരെ വ്യക്തിപരമായി നടക്കുന്ന എല്ലാ ആക്രമണങ്ങൾക്കെതിരെയുമാണ് ഇപ്പോൾ ഈ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നത്. നമ്മൾ ഇവരോട് സംസാരിക്കുമ്പോൾ ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള സംഗീത് കുമാർ അടക്കം പറഞ്ഞത് അത് തന്നെയാണ്. സംഘടനയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സുകുമാരൻ നായർക്കെതിരെ നടക്കുന്ന വ്യക്തിപരമായ ആക്രമണങ്ങളിലാണ് നമ്മളിപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അത് ഒരാളെ മാത്രം കേന്ദ്രീകരിച്ചല്ല. കാരണം പല ആളുകൾ പല തരത്തിൽ ജനറൽ സെക്രട്ടറിക്കെതിരെ വലിയ തരത്തിലുള്ള വിമർശനങ്ങളും കള്ളത്തരങ്ങളും ഒക്കെ പറയുന്നുണ്ട്. അത്തരത്തിൽ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്താനുള്ള ഒരു ശ്രമം നടത്തുന്നതിനെതിരെയാണ്, അദ്ദേഹത്തെ ആക്രമിക്കുക എന്ന് നടത്തുന്ന ശ്രമത്തിനെതിരെയാണ് ഒരു പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കാൻ ഇന്നലെ ഈ തിരുവനന്തപുരം മേഖലാ കമ്മിറ്റി ഈ താലൂക്ക് യൂണിയൻ ഒരു തീരുമാനമെടുക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് വൈകുന്നേരം ഒരു പ്രതിഷേധ സംഗമം, അത് ഒരു ഐക്യദാർഢ്യ സംഗമം അവർ സംഘടിപ്പിക്കാൻ തീരുമാനിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഐക്യദാർഢ്യ മാർച്ച് നടക്കുന്നത്. ഇത് പുത്തരിക്കണ്ടം മൈതാനത്തിലേക്കാണ് ഈ മാർച്ച് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. മാർച്ച് നിലവിൽ യൂണിവേഴ്സിറ്റി കോളേജും കടന്ന് മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പുത്തരിക്കണ്ടം മൈതാനത്തായിരിക്കും മാർച്ച് എന്തായാലും
അവസാനിക്കുക. അവിടെ വെച്ചായിരിക്കും ഈ സംഘടനയുടെ പ്രവർത്തകരുടെ എല്ലാ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ അടക്കം ഉണ്ടാവുക. ഏതായാലും പ്രവർത്തകർ പറയുന്ന കാര്യം അനുസരിച്ചാണെങ്കിൽ വ്യക്തിപരമായിട്ട് സംഘടനയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ജി സുകുമാരൻ നായർക്കെതിരെ നടത്തുന്ന എല്ലാത്തര ആക്രമണങ്ങളെയും എതിർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ പെട്ടെന്ന് തന്നെ ഒരു പ്രതിഷേധം, അതുപോലെ തന്നെ ഒരു ഐക്യദാർഢ്യം അവർ പ്രഖ്യാപിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഒരു ജാഥ അവർ സംഘടിപ്പിക്കുന്നത്. എന്തായാലും ജനറൽ സെക്രട്ടറി അങ്ങനെ ഒറ്റപ്പെടുത്തുന്ന ഒരു തരത്തിലേക്കുള്ള രീതിയിലൊക്കെ കടക്കുന്നതിൽ സംഘടന മുഖ്യമന്ത്രിക്കെതിരെ തിരുവനന്തപുരത്ത് NSSന്റെ പ്രതിഷേധ മാർച്ചാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. തിരുവനന്തപുരം താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രതിഷേധ മാർച്ച് NSS സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിന്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരെ അവഹേളിച്ചതിനെതിരെയാണ് ഈ മാർച്ച് സംഘടിപ്പിക്കുന്നതെന്ന് NSS വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള സംഗീത് കുമാർ പറഞ്ഞു. നോക്കാം പ്രതികരണത്തിലേക്ക്. പ്രിയങ്കരനായ ബഹുമാനായ ജനറൽ സെക്രട്ടറിക്ക് ഞങ്ങളുടെ ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു ജാഥയാണ്. ഞങ്ങൾ സുരേഷ് ഗോപിയോ ഉപരാഷ്ട്രപതിയോ ഒന്നും ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങൾ ഈ പൊതുസമൂഹത്തിൽ നിന്നും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് നായർ സർവീസ് സൊസൈറ്റിക്കും അതിന്റെ ബഹുമാനായ ജനറൽ സെക്രട്ടറിയുമെതിരെ ഉണ്ടായ ചില പരാമർശങ്ങൾക്ക് അദ്ദേഹത്തിന് സപ്പോർട്ട് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഐക്യദാർഢ്യ ജാഥയാണ്.